ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തികൾ കൃപാമിനിശ്രീ യൂട്യൂബ് ചാനലിലേക്ക് എന്നെ വാച്ച് ചെയ്യുന്ന, ഇനി വാച്ച് ചെയ്യാൻ പോകുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായി സമാധാനമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുമ്പോൾ അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ. ഇന്ന് എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു ദൈവ ശബ്ദം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് നിങ്ങളോട് പറഞ്ഞതായ ദൈവശബ്ദത്തെ, ദർശനത്തെ, അത് ദൈവത്തിൻ്റെ അരുളപ്പാടിനെ നിവർത്തിക്കുവാൻ പോകുകയാന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തുടക്കത്തിൽ തന്നെ പറയാൻ പറയുന്നു. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം: പത്രോസ് അകത്തു കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്കാൻ, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. ഈ വചനം നമുക്ക് സുപരിചിതമാണ്. ഈ 10-ാം അധ്യായത്തിനകത്ത് 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ കൊർന്നല്യോസിനെ കാണുന്ന ഒരു ശതാധിപനായി, എല്ലാ മേഖലയ്ക്കകത്തും നല്ലൊരു അനുഗ്രഹപ്പെട്ട സ്വഭാവമുള്ള, ദൈവത്തെ ഭയമുള്ള, ദൈവജനത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ജനത്തെ സ്നേഹിക്കുന്ന, ജനത്തിനു വേണ്ടി കരുതുന്ന, അല്ലെങ്കിൽ നല്ലൊരു കുടുംബസ്ഥനായി, അല്ലെങ്കിൽ നല്ലൊരു ശതാധിപനായി, നല്ലൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണുന്നൊരു വ്യക്തിയാണ് കൊർന്നല്യോസ്. എന്നാൽ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് കൊർന്നല്യോസിനോട് സംസാരിച്ചു. കൊർന്നല്യോസിനോട് വീട്ടിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ അടുക്കൽ വന്ന് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസ് തന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനെ നോക്കിക്ക് എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നമ്മൾ ഓർക്കും നമ്മളെ കാണുന്നില്ല, നമ്മളെ അറിയുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴും ഇവിടെ കൊർന്നല്യോസ് ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളെ എൻ്റെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിവിടെ നമുക്ക് വ്യക്തമാക്കുന്നു. നിന്റെ ധർമ്മങ്ങളും നിന്റെ പ്രാർത്ഥനകളും ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ പറയുന്നു, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ ഒരുപക്ഷെ ആരും അറിയാതെയായിരിക്കും ചെയ്യുന്നത്, നീ ഒരുപക്ഷെ ആരും കാണാതെയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ദൈവാത്മാവ് എല്ലാവരും അറിയിക്കുന്ന ഒരു സമയം നോക്കിക്കുക. ഇവിടെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ കൊർന്നല്യോസിനോട് സംസാരിക്കുന്നത് വേറൊന്നുമല്ല. പറയുന്നത് പത്രോസിനെ വിളിച്ചു വരുത്തി പത്രോസിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊർന്നല്യോസിനോട് സംസാരിക്കുക. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി നിവർത്തിക്കുവാൻ അവൻ ശക്തനാണെന്നും അവൻ്റെ ശബ്ദത്തിങ്കൽ നമ്മളെ തന്നെ സറണ്ടറാക്കി ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുൻപിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി ആ ദൈവശബ്ദത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ ഞാനും നിങ്ങളും റെഡിയാണെങ്കിൽ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലതിനെ അങ്ങനൊരു മേഖലയ്ക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ദൈവശബ്ദത്തെ സ്വീകരിച്ച് അതിനെ അനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന സമയം നിങ്ങളുടെ മേൽ ഈ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നു പകൽ വെളിപ്പെടുന്ന പകലാകട്ടെ. റമന ഹദിനിമനാസി അർത്ഥന എല്ലാം ഒന്നും ഏൽപ്പിക്കത്തില്ല, എല്ലാവരെയും ഒന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കത്തില്ല. ചിലരെ മാത്രം എല്ലാ മേഖലയ്ക്കകത്തുനിന്ന് സെലക്ട് ചെയ്യും. നോക്കിക്കേ, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക്
കുടുങ്ങിക്കിടക്കുന്ന ദൈവജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്കൊരു 3-ാം അധ്യായം ഒരു മോശയുടെ ചരിത്രമായി മോശയെ വിളിച്ചിറക്കുവാനിടയായി. എന്തേ മോശയെ വിളിച്ചിറക്കിയ ദൈവം കാലഘട്ടത്തിൽ മോശയ ദൈവം ആ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ കണ്ടത്. മോശയ്ക്ക് ശേഷം യോശുവ. ഇത് നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടേതായ ചിന്തകൾക്കോ നമ്മുടേതായ ചിന്താഗതികൾക്കോ ഒപ്പം ചലിക്കുന്നതല്ല, മറിച്ചു ദൈവിക നിശ്ചയം, ദൈവത്തിൻ്റെ പ്രവൃത്തി. അതെ, ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെയും നിന്നെ ഏതു സമയത്ത് എങ്ങനെ ആക്കി തീർക്കണമെന്ന്, ഏതു മേഖലയിലേക്ക് എന്നെ നിന്നെ നിർത്തണമെന്ന് അവൻ്റെ പദ്ധതിക്കകത്തായതുകൊണ്ട് ആത്മാവ് പറയുന്ന ശബ്ദത്തെ ആര് സ്വീകരിക്കാൻ തയ്യാറാകുന്നു, പറയുന്ന ശബ്ദത്തെ ആര് സ്വീകരിച്ച് അതിനോടൊപ്പം എന്നെ മുൻപോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ മേൽ ഒരു ദൈവത്തിൻ്റെ മഹത്വം, അവരുടെ മേൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോന്നു. അത് ദൈവാത്മാവ് കൊർന്നല്യോസിനോട് ദൈവം സംസാരിച്ച ആ ദൈവ ശബ്ദത്തിൻ്റെ നിവർത്തിയാൻ ഞാനിവിടെ വായിച്ച വചനം. അപ്പോൾ പ്രതീക്ഷയോടെ കൊർന്നല്യോസ് പറഞ്ഞയച്ചതായ വ്യക്തികൾ പത്രോസിൻ്റെ വീട് തപ്പി, പത്രോസ് ഇരിക്കുന്ന ഇടം തപ്പി, പത്രോസ് ഇരിക്കുന്ന ആ ഒരു വീട്ടിനകത്തേക്ക് അവിടേക്ക് ചെല്ലുകയാ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, നിന്നെ തപ്പി, അഭിഷക്തനെ നിങ്ങളെ തപ്പി, അഭിഷക്തിയെ നിങ്ങളെ ലക്ഷ്യമാക്കി ചിലര് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വചനത്തെ സ്വീകരിക്കാൻ, നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വചനത്തെ കേൾക്കുവാൻ, അതു തന്നെയല്ല നിങ്ങളിലൂടെ ചിലർ മാനസാന്തരപ്പെടണമെന്ന്, നിങ്ങളിലൂടെ ചിലർ രക്ഷപ്പെടണമെന്ന്, നിങ്ങളിലൂടെ നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കുന്ന വചനത്തെ കേട്ട് ചിലർ ദൈവത്തെ കണ്ടുമുട്ടണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാകയാൽ ദൈവാത്മാവ് അതിനെ ആർക്കും മാറ്റാനോ മാറ്റിവെക്കാനോ പറ്റത്തില്ലെന്ന്. നോക്കിക്ക, ദൈവാത്മ പറയുന്നു, ഈ പത്രോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് തലേ ദിവസം തന്നെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ ഇത് നടക്കാൻ പോകുന്നു. പക്ഷേ പത്രോസിനെ കാണിച്ചു കൊടുത്തത് വ്യത്യസ്തമായ ഒരു ദർശനത്തിലൂടെയാ. ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ ഞാൻ ഈ രാവിലെ സമയം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നിന്നിലൂടെ ചെയ്തു തീർക്കേണ്ടതായ പ്രവർത്തനങ്ങളെ, നിന്നിലൂടെ ചെയ്തു പൂർത്തീകരിക്കേണ്ടതായ ചില പദ്ധതികളെ പരിശുദ്ധാത്മാവ് നീ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല ദൈവം നിന്നെ അറിയിക്കുന്നത്, ദൈവം നിന്നിലേക്ക് തരുന്നത് നീ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. ദൈവാത്മാവ് പത്രോസിന്റെ ജീവിതത്തിൽ അതുവരെ ചെയ്യാത്ത, അതുവരെ അവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു തുപ്പട്ടി അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നതും അതിനകത്തുനിന്ന് എല്ലാ നാൽക്കാലി, എല്ലാ ഇഴജാതി, എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട്. പക്ഷേ ഇതിനെ അറുത്തു ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഈ പത്രോസ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആത്മാവ് പറയുന്നു, നീ ഇതുവരെ ചെയ്ത എക്സ്പീരിയൻസിനകത്തല്ല ദൈവം ഇനി നിന്നെ മൂവ് ചെയ്യിക്കുന്നത്. ഇതുവരെ ചെയ്തതോ ഇതുവരെ കണ്ടതോ ഇതുവരെ പറഞ്ഞതോ ആയ ഒന്നിലേക്കും അല്ല ദൈവം നിന്നെ ഇനി എന്തിയെ നടത്താൻ പോകുന്നത്. ദൈവാത്മാവ് പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതി നിന്നെ അറിയിക്കുന്നത് വ്യത്യസ്തമായിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ പദ്ധതി നിന്നിലൂടെ പറയുന്നത്, നിന്നിലൂടെ ചെയ്യുന്നത് വ്യത്യസ്തമായ മേഖലയ്ക്കകത്താന്ന്. നോക്കിക്ക, ഈ മനുഷ്യനോട് പറഞ്ഞപ്പോൾ മനുഷ്യനത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ ഇങ്ങനെ പ്രഭാതത്തിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ആത്മാവ് പറയുന്നു, നിന്നിലൂടെ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ നിന്നിലൂടെ തന്നെയേ, സഹോദര സഹോദരി കുഞ്ഞെ, നിന്നിലൂടെ തന്നെയേ ചെയ്തു തീർക്കത്തുള്ളെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നീ എത്ര റിജക്റ്റ് ചെയ്താലും, നീ ഏത് കാര്യം പറഞ്ഞാലും റിജക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണോ, ആത്മാ പറയുന്നു നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്നിലൂടെ ആ പ്രവർത്തനത്തെ നിറവേറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രഭാതത്തിൽ വെളിപ്പെടുകയാ. ആത്മാ പറയുന്നു, ഒരുപാട് പ്രാവശ്യം നിന്നോട് ദൈവം സംസാരിച്ചിട്ടും, ഒരുപാട് പ്രാവശ്യം നിന്നോട് ഇടപെട്ടിട്ടും നീ അതിനെ ഒന്നും ഉൾക്കൊള്ളാതെ, അതിനെ ഒന്നും അംഗീകരിക്കാതെ നീ റിജക്റ്റ് ചെയ്ത് ഒരുപാട് നാൾ നിന്റെ മുൻപിലുണ്ട്. പക്ഷേ ആത്മാ പറയുന്നു, നിന്നോട് ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ നിന്നിലൂടെ ചെയ്തു തീർപ്പാൻ ടൈമായെന്ന് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു. നിന്നെ തേടി
നിന്റെ വീട്ടിൽ വരുന്ന, നീ ഇരിക്കുന്ന എവിടെയാണോ അവിടെ തേടി വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ പ്രഭാതത്തിൽ വെളിപ്പെടുകയാ. അതുകൊണ്ട് എത്ര പേരിന്ന് പകൽ ആത്മാവിലൊന്ന് സ്വീകരിക്കാൻ തയ്യാറാവും. അവ ഇങ്ങനെ എന്ത് ചെയ്യുക, ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ പത്രോസ് എന്ത് ചെയ്യുക, അകത്തളത്തിലേക്ക് നോക്കിക്കേ. ഈ 24 വാക്യവും 25, 26 വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുന്നത് ഈ കൊർന്നല്യോസിനോട് ദൈവം പറയുക, നീ വചനം കേൾക്കണമെന്ന് പറയുമ്പോൾ നോക്കിയ കൊർന്നല്യോസിൻ്റെ ഭവനം എന്ത് ചെയ്യുക, ഒരു കൂട്ടം ജനത്തെ വചനം കേൾക്കേണ്ടതിന് ഒരു കൂട്ടം ജനത്തെ ആര് ഒരുക്കി ആ കൊർന്നല്യോസ് കൂട്ടിവരുത്തി. ഇന്ന് പകൽ നിന്റെ വീട് ഒരാരാധനയാകും. നിന്റെ വീട് ഒരു കൂട്ടം ജനത്തിന് വചനം കേൾക്കാൻ, ഒരു കൂട്ടം ജനത്തിന് പ്രാർത്ഥനയ്ക്ക് നിന്റെ വീട് ഒരുങ്ങാൻ പോകുകയാണ്. റമന ഹതുരകൾ കടക ഷാപ്രസി. നീ ഇരിക്കുന്ന പട്ടണമുണ്ടല്ലോ, പട്ടണത്തിനകത്ത് ചലിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. നീ ഇരിക്കുന്ന വീടുണ്ടല്ലോ, ഒരു കൂട്ടം ജനത്തിന് അതേ ആശ്വാസമായി, ഒരു കൂട്ടം ജനത്തിന് വിടുതലായി, ഒരു കൂട്ടം ജനത്തിന് അതേ സഹായമായി നിന്റെ വീടിനെ കർത്താവ് കാണാൻ പോകുന്നു. നിന്നെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു, നിന്നെ കർത്താവ് തൊടുന്നു. നീ ഒരു പക്ഷേ നിനക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാലും ദൈവാത്മാവ് കൊർന്നല്യോസൻ നിന്നിലൂടെ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ ഒന്ന് നോക്കിക്കേ. കൊർന്നല്യോസിനോട് സംബന്ധിച്ച് അവനത് അനുസരിക്കുന്നത് പതിവാ. നമ്മളാണെങ്കിൽ പറയാം, എന്നോട് മാത്രമാണ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് വേറെ ആരോടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനല്ല കേട്ടോ. ഈ ഒരു വ്യക്തി കൂടെയുണ്ടായിരുന്ന കുറേ പേരെ കൂടെ അവൻ്റെ വീട്ടിലെന്ത് കൂട്ടിയിട്ട് കാത്തിരിക്കുകയാ. ആര് വരാൻ? പത്രോസ് വരാൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവാത്മ പറയുന്നു, നിന്നിലൂടെ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ ചെയ്തു തീർക്കാൻ, നീ വരുന്നിടം വരെ കാത്തിരിക്കുവാൻ കൊർന്നല്യോസിനെ പോലെ കർത്താവ് ചിലതിനെ ഒരുക്കാൻ പോകുക എന്ന് പറഞ്ഞ ആത്മാ പറയുന്നു. നിന്നെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് വരുത്തുന്നത് പോലെ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, അങ്ങനെ ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് പ്രതികരിച്ച് നോക്കി. അകത്തളത്തിലേക്ക് കയറിയതും കൊർന്നല്യോസ് എന്ത് ചെയ്യുക, തൻ്റെ പദവി വിട്ടു, തൻ്റെ സ്ഥാനങ്ങൾ വിട്ടു, ആളിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മം ഇങ്ങനൊരു ദൂത് പറയുന്നു. ദൈവശബ്ദത്തിന് മുൻപിൽ നിന്നെ തന്നെ സറണ്ടറാക്കി, നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ കൊർന്നല്യോസിനെ പോലെ ഒന്ന് സാഷ്ടാംഗം വീഴാമോ, ഒന്ന് താണുവരാമോ? ദൈവാത്മ അടുത്ത സെക്കൻഡ് പത്രോസ് പറയുന്നൊരു വാക്ക് കേട്ടോ, ഞാനും ഒരു മനുഷ്യനത്രേ. പത്രോസ് എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിച്ചു. കണ്ടോ എന്ന് പറഞ്ഞാൽ അയ്യോ അതവിടെ കിടക്കട്ടെ എന്നല്ല, മറിച്ച് നിന്നെ പോലെ തന്നെയാ ഞാനും എന്ന് പറഞ്ഞ് അവനെ കരത്തു പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന എന്തൊരു ദൈവ സാന്നിധ്യം അല്ലേ, എന്തൊരു ദൈവിക സാന്നിധ്യം. രണ്ടുപേർ ചേർന്ന് നിന്ന് അതിനകത്ത് ഐക്യതയില്ല, രണ്ടുപേർ ചേർന്ന് നിന്ന് അതിനകത്ത് സന്തോഷമില്ല, രണ്ടുപേർ ചേർന്ന് നിന്ന് അതിനകത്ത് ഒരു സമാധാനമില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമല്ല കേട്ടോ ഞാനിവിടെ പറയുന്നത്. ആമേൻ. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇത് ഭയങ്കര ദൈവ സാന്നിധ്യത്തിനകത്ത് മൂവ് ചെയ്യുന്ന ഒരു ഒരു വീടിനകത്ത് ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം മൂവ് ചെയ്യുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ അത് കുടുംബത്തിനകത്ത്, നീ ഒരുപക്ഷെ വീടിനകത്ത് ഒരു മുറിക്കകത്ത് മാത്രമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവാനോ സഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു വലിയ ദൈവ സാന്നിധ്യം മൂവ് ചെയ്യാൻ പോകുന്നു. അത് നിന്റെ കുടുംബത്തിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം മൂവ് ചെയ്യാൻ പോകുന്നു. നീ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആത്മീയ സാന്നിധ്യം മൂവ് ചെയ്യാൻ പോകുന്നു. റമന ഹദിമ സറ്റേന റിമന ഹദുരകൾ കടക ശൈഡരാജന. ദൈവാത്മാവ് പറയുന്നു, നോക്കിക്കേ, ഇവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകുകയാണ്.